ഇന്നലെ രാവിലെ മുതലാണ് 75 വയസ്സുകാരിയായ അമ്മിണി താലൂക്ക് ഓഫീസിൽ പ്രതിഷേധ സമരം തുടങ്ങിയത്. 47 വർഷമായി കൈവശമുണ്ടായിരുന്ന 10 സെന്റ് ഭൂമി അയൽവാസിയായ നാരായണൻ എന്നയാൾ കയ്യേറിയെന്നും ഭൂമിയിലുണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചുകിടത്തിയെന്നുമാണ് അമ്മിണിയുടെ ആരോപണം. ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് കൈ കയറി എന്റെ മുറ്റത്ത് നിന്ന് 2 തേക്കും കൊണ്ടുപോയി. എനിക്ക് വഴി പോലും ഇല്ലാത്ത കണക്ക് എന്നെ ജയിലിനകത്താക്കി വെച്ചു. ഇതിലും ഭേദം അവരിച്ചിരി വിഷം തന്നെ എന്നെ കൊല്ലുമായിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ താലൂക്ക് ഓഫീസറുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംഘം അമ്മിണിയുടെ ഭൂമിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. അയൽവാസിയായ നാരായണന്റെ ഭൂമിയുടെ രേഖകളും ഇയാൾക്ക് പട്ടയം അനുവദിച്ചു നൽകിയ കോടതി ഉത്തരവും വിശദമായി പരിശോധിച്ച ശേഷമേ അമ്മിണിയുടെ ഭൂമിക്ക് പട്ടയം അനുവദിക്കാനാകൂ എന്നാണ് താലൂക്ക് ഓഫീസർ വ്യക്തമാക്കുന്നത്. നാരായണന് കിട്ടിയ പട്ടയത്തിൽ നിന്നാണോ ഈ സ്ത്രീക്ക് പട്ടയം പോയിട്ടുള്ളതെന്ന് അറിയുകയും കൂടാതെ ബഹുമാനപ്പെട്ട കോടതിയുടെ എല്ലാ വിധിപ്പകർപ്പുകളും പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നാണ് റവന്യൂ അധികൃതരുടെ വിശദീകരണം. പട്ടയം ലഭിക്കും വരെ സമരം തുടരാനാണ് അമ്മിണിയുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.